ലേക്ക് എല്ലാവർക്കും സ്വാഗതം. EMRS എക്സാമിനേഷന് അടുത്ത് കഴിഞ്ഞു. 16-ാം തീയതിയാണല്ലോ അല്ലേ എക്സാം. അതിന് പ്ലസ് 1 പ്ലസ് 2 ഹിസ്റ്ററിയിലെ ചാപ്റ്റേഴ്സാണ് നമുക്കറിയാം മൊഡ്യൂളുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. PGT ഹിസ്റ്ററിക്ക് ഓരോ മൊഡ്യൂളിൻ്റെ പേരും പ്ലസ് 1 പ്ലസ് 2 ചാപ്റ്റേഴ്സിൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ പ്ലസ് 2 ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഫസ്റ്റ് വരുന്നത്, ദ പ്രൈവറ്റ് ലാൻഡഡ് പ്രോപ്പർട്ടി ഓഫ് ദ ജമീന്ദാർ ഈസ് നോൺ ആസ് മിൽക്കിയാത്ത്. ദ പ്രൈവറ്റ് ലാൻഡഡ് പ്രോപ്പർട്ടി ഓഫ് ജമീന്ദാർസ് ഈസ് നോൺ ആസ് മിൽക്കിയാത്ത്. മിൽക്കിയാത്ത് എന്ന പേരിലാണ് ജമീന്ദാർമാരുടെ പ്രൈവറ്റ് ലാൻഡഡ് പ്രോപ്പർട്ടി അറിയപ്പെടുന്നത്. അതുപോലെ പേഷ്കാഷ് എ ടൈപ്പ് ഓഫ് ടാക്സ് കളക്റ്റഡ് ഫ്രം ജംഗ്ലി. ജംഗ്ലിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഒരു തരം നികുതിയെ പറയുന്ന പേരാണ് പേഷ്കാഷ്. പേഷ്കാഷ് ഈസ് എ ടൈപ്പ് ഓഫ് ടാക്സ് കളക്റ്റഡ് ഫ്രം ജംഗ്ലി. ജമീന്ദാർ സർവീസ് ടു സ്റ്റേറ്റ് ഈസ് കോൾഡ് ഖിദ്മത്ത്. സ്റ്റേറ്റിന് വേണ്ടിയുള്ള ജമീന്ദാർമാരുടെ സേവനങ്ങളെ അറിയപ്പെടുന്ന പേര് ഖിദ്മത്ത് എന്നാണ്. ഖിദ്മത്ത് എന്നാണ്. പ്രൈവറ്റ് ലാൻഡഡ് പ്രോപ്പർട്ടി ഓഫ് ജമീന്ദാർസ് ഈസ് നോൺ ആസ് മിൽക്കിയാത്ത്. ജമീന്ദാർമാരുടെ പ്രൈവറ്റ് ലാൻഡഡ് പ്രോപ്പർട്ടിയാണ് മിൽക്കിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആനുവലി കൾട്ടിവേറ്റഡ് ലാൻഡ് ഇൻ മുഗൾ പീരീഡ് ഈസ് നോൺ ആസ് പൊളാജ്. മുഗൾ കാലഘട്ടത്തിൽ എല്ലാ വർഷവും കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ലാൻഡിന് പറയുന്ന പേരാണ് പൊളാജ്. ആനുവലി കൾട്ടിവേറ്റഡ് ലാൻഡ് ഇൻ മുഗൾ പീരീഡ് ഈസ് നോൺ ആസ് പൊളാജ്. ദ ലാൻഡ് വാസ് ലെഫ്റ്റ് അൺകൾട്ടിവേറ്റഡ് ഫോർ എ ഇയർ ഓർ ടു. 1-2 വർഷം അൺകൾട്ടിവേറ്റഡ് ആയിട്ട് ഉപേക്ഷിക്കുന്ന ഒഴിവാക്കിയിട്ട് ഭൂമിക്ക് പറയുന്ന പേരാണ് പറൗതി. പറൗതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ ലാൻഡ് വാസ് ലെഫ്റ്റ് അൺകൾട്ടിവേറ്റഡ് ഫോർ എ ഇയർ ഓർ ടു, ദാറ്റ് ഈസ് കോൾഡ് പറൗതി. The land we left uncultivated for 3 or 4 years. 3-4 വർഷം അൺകൾട്ടിവേറ്റഡ് ആക്കി ഇട്ട് ഭൂമിക്ക് പറയുന്ന പേരാണ് ചാച്ചാർ. ചാച്ചാർ. Then the land was left fallow for 5 years and more. 5 വർഷത്തിലധികം അൺകൾട്ടിവേറ്റഡ് ആക്കി ഇട്ടതാണ് ബെഞ്ചാർ എന്ന് പറയുന്നത്. ബെഞ്ചാർ. നെക്സ്റ്റ് വരുന്നത്, മാൻസബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അക്ബർ. മാൻസബ്ദാരി സിസ്റ്റം കൊണ്ടുവന്നത് അക്ബർ ആണ്. ദ ഐനി അക്ബറി മേഡ് അപ്പ് ഓഫ് 5 ബുക്സ് കോൾഡ് ദഫ്താസ്. 5 ബുക്കുകൾ അടങ്ങിയതാണ് ഇത് ഐനി അക്ബറി. ഇതിനെ ദഫ്താസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നാദിർ ഷാ ഇൻവാഡഡ് ഇന്ത്യ 1739. Nadir Shah invaded India 1739. Military and civil administrative system of Mughal Empire is Mansabdari system. Military and civil administrative system of Mughal Empire, that is known as Mansabdari system. Aini Akbari made up of 5 books called Daftas. Then in 1526, Babur defeated Ibrahim Lodi in the Battle of Panipat. In 1526, Babur defeated Ibrahim Lodi in the Battle of Panipat. The Mughal emperor who banned tobacco in the Mughal Empire, Jahangir ആണ് ടൊബാക്കോ ബാൻ ചെയ്തത്. അപ്പോൾ 1739 നാദിർ ഷാ ഇന്ത്യ ഇൻവേഡ് ചെയ്തത്, ഇന്ത്യ ആക്രമിച്ചത്. 1739 നാദിർ ഷാ ഇൻവാഡഡ് ഇന്ത്യ. അത് പറയുമ്പോൾ നമ്മൾ അഹമ്മദ് ഷാ അബ്ദാലി ഡിഫീറ്റഡ് ദ മറാത്താസ്, അതിന് കൂടെ തന്നെ പറയണം. ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പസ്, ദാറ്റ് ഈസ് 1761. 1761 അഹമ്മദ് ഷാ അബ്ദാലി മറാത്തികളെ കീഴടക്കിയത്. 1761 അഹമ്മദ് ഷാ അബ്ദാലി ഡിഫീറ്റഡ് മറാത്തീസ്. Bernier called the money lenders in the small villages, that is Sharof,
Bernier called money lenders in the small villages ഷാരോഫ്. ബർണിയർ കോൾഡ് ദ മണി ലെൻഡേഴ്സ് ഇൻ സ്മോൾ ലെൻഡേഴ്സ്, അതായത് സ്മോൾ വില്ലേജസിനെ മണി ലെൻഡേഴ്സിനെ ബർണിയർ വിളിച്ചിരുന്ന പേരാണ് ഷാരോഫ്. ഷാരോഫ് എന്ന പേരിൽ. ഹു ട്രാൻസ്ലേറ്റഡ് ആനി അക്ബരി ഇൻ ടു ഇംഗ്ലീഷ്? ഹെൻറി ബ്ലോക്ക്മാൻ. ഹെൻറി ബ്ലോക്ക്മാൻ ആനി അക്ബരി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ്. ആനി അക്ബരി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ഹെൻറി ബ്ലോക്ക്മാൻ. ഹെൻറി ബ്ലോക്ക്മാൻ. നെക്സ്റ്റ് വരുന്നത് ദ മുഗൾ ക്രോണിക്കിൾ റിട്ടൺ ഇൻ പേർഷ്യൻ ലാംഗ്വേജ്. ദ കോഡ് ലാംഗ്വേജ് ഓഫ് മുഗൾ ഇസ് പേർഷ്യൻ ലാംഗ്വേജ്. മുഗൾ ക്രോണിക്കിൾസ് ഒക്കെ എഴുതിയത് പേർഷ്യൻ ലാംഗ്വേജിലാണ്. കോടതി ഭാഷ പേർഷ്യനായിരുന്നു. മുഗൾസിൻ്റെ കോടതി ഭാഷ പേർഷ്യനായിരുന്നു. ദ ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ ഇസ് ബാബർ. ബാബറാണ് മുഗൾ എംപയറിൻ്റെ സ്ഥാപകൻ. ദ ടേം മുഗൾ ഇസ് ഡിറൈവ്ഡ് ഫ്രം മംഗോൾ. ദ കോൾ ദംസെൽസ് തിമുറിഡ്സ്. അതായത് മംഗോൾ എന്ന പദത്തിൽ നിന്നുമാണ് മുഗൾ എന്ന പദം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. അവരെ തന്നെ വിളിച്ച പേരാണ് തിമൂറിഡ്സ് എന്ന പേരിൽ. ദ ഹിസ്റ്റോറിയൻ അബുൽ ഫസൽ ഡിസ്ക്രൈബ്ഡ് മുഗൾ പെയിൻറ്റിങ്സ് മാജിക്കൽ ആർട്ട്. അബുൽ ഫസലാണ് മുഗൾ പെയിൻറ്റിങ്ങിനെ മാജിക്കൽ ആർട്ട് എന്ന് വിശേഷിപ്പിച്ചത്. മാജിക്കൽ ആർട്ട് എന്ന പേരിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അബ്ദുൽ ഹമീദ് ലാഹോരീസ് വർക്ക് ബാദ്ഷാ നാമ വാസ് കംപ്ലീറ്റഡ് ബൈ മുഹമ്മദ് വാരിസ്. അതായത് ബാദഷാനാമ എഴുതിയിട്ടുള്ളത് അബ്ദുൽ ഹമീദ് ലാഹോരിയാണ്. ബാദഷാനാമ റിട്ടൺ ബൈ അബ്ദുൽ ഹമീദ് ലാഹോരി. ഇത് കംപ്ലീറ്റ് ചെയ്തത് മുഹമ്മദ് വാരിസ് ആണ്. മുഹമ്മദ് വാരിസ് ആണ്. ഹു വർ ദ ആർട്ടിസ്റ്റ് ബ്രോഡ് ബൈ ഹുമയൂൺ ഫ്രം പേർഷ്യ ടു ഡൽഹി. പേർഷ്യയിൽ നിന്നും ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന ആർട്ടിസ്റ്റ് ആരൊക്കെയായിരുന്നു? മിർ സയ്യിദ് അലി ആൻഡ് അബ്ദുൽ സമദ്. ഇവരായിരുന്നു ഹുമയൂണ് ഡൽഹിയിലേക്ക് പേർഷ്യയിൽ നിന്നും കൊണ്ടുവന്നത്. ഹുമയൂണാണ്. ആരാണ് ഇവരെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഹുമയൂണാണ്. എവിടെ നിന്നും? പേർഷ്യയിൽ നിന്നും ഡൽഹിയിലേക്ക് ഹുമയൂൺ കൊണ്ടുവന്ന കലാകാരന്മാരാണ് മിർ സയ്യിദ് അലി ആൻഡ് അബ്ദുൽ സമദ്. ദ മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ടു പേർഷ്യൻ known as റാസ്നാമ. റാസ്നാമ എന്ന പേരിലാണ് മഹാഭാരത പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടതിനെ അറിയപ്പെടുന്നത്. ദ പ്ലേസ് ഓഫ് മാനുസ്ക്രിപ്റ്റ് പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റോറിയം ഓർ റൈറ്റിംഗ് റൂം കണ്ടക്റ്റഡ് അറ്റ് കിതാബ് ഖാന. ദ പ്ലേസ് ഓഫ് മാനുസ്ക്രിപ്റ്റ് പ്രൊഡക്ഷൻ, അതായത് സ്ക്രിപ്റ്റോറിയം ഓർ റൈറ്റിംഗ് റൂം, ദാറ്റ് ഈസ് നോൺ ആസ് കണ്ടക്റ്റഡ് അറ്റ് എവിടെയാണ്? കിതാബ് ഖാനയിൽ വെച്ചിട്ടാണ് മാനുസ്ക്രിപ്റ്റ് പ്രൊഡക്ഷൻ നടത്തുന്നത്. കിതാബ് ഖാനയിൽ വെച്ചിട്ടാണ്. ഹു കൺസ്ട്രക്റ്റഡ് ആഗ്ര ഫോർട്ട് ഇൻ 1560? അക്ബർ കൺസ്ട്രക്റ്റഡ് ആഗ്ര ഫോർട്ട് 1560. അതായത് 1560 അക്ബർ ആഗ്ര ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. The art of handwriting is called calligraphy. The art of handwriting is called calligraphy. Who built the new capital city of Mughals at Fatehpur Sikri? Akbar. ഫത്തേപൂർ സിക്രിയിൽ ഒരു പുതിയ ക്യാപിറ്റൽ സിറ്റി തലസ്ഥാന നഗരം പണി കഴിപ്പിച്ചത് അക്ബർ ആണ്. The celebration of Iranian New Year in the court of Mughal is known as Nowroz. നൗറോസ് എന്ന പേരിലാണ് ഒരു ഇറാനിയൻ ന്യൂ ഇയർ ആഘോഷം മുഗൾ കോർട്ടിൽ നടത്താറുണ്ടായിരുന്നു. ഇതിനെ നൗറോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇൻ 1799 നവാബ് ഓഫ് അവധ് പ്രസന്റഡ് ദ ബുക്ക് ബാദ്ഷാ നാമ ടു ബ്രിട്ടീഷ് കിങ് ജോർജ് III. 1799 ഔദിലെ നവാബ് ഒരു ബുക്ക്, അദ്ദേഹത്തിൻ്റെ ബാദ്ഷാ നാമ എന്ന ആ ബുക്ക് ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷ് രാജാവായിട്ടുള്ള ജോർജ് III കൊടുത്തിട്ടുണ്ട്. 1799 അബ്ദുൽ ഹമീദ് ലാഹോരി എഴുതിയ ബാദഷാ നാമ എന്ന ബുക്ക് ഔദിലെ നവാബ് ആർക്ക് പ്രസൻറ്റ് ചെയ്തു? 1799 ജോർജ് III പ്രസൻറ്റ് ചെയ്തു. ഹു ബിൽഡ് ദ ന്യൂ ക്യാപിറ്റൽ സിറ്റി ഓഫ് മുഗൾസ് അറ്റ് ഫത്തേപൂർ സിക്രി? ഫത്തേപൂർ സിക്രിയിലെ പുതിയ ക്യാപിറ്റൽ സിറ്റി, മുഗൾസിന് വേണ്ടി പുതിയ ക്യാപിറ്റൽ സിറ്റി ആരാണ് നിർമ്മിച്ചത്? അക്ബറാണ് നിർമ്മിച്ചത്. അക്ബർ അബോളിഷ്ഡ് പിൽഗ്രിമേജ് ടാക്സ് ജസിയ ഇൻ 1564. 1564 അക്ബർ ജസിയ
നിർത്തലാക്കിയത് 1564 അക്ബർ ജസിയ നിർത്തലാക്കിയത്. അതുപോലെ നമ്മളൊരു വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നാദിർ ഷാ ഇൻവൈഡ് ചെയ്തത് 1739 1761 അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്തികളും തമ്മിലുള്ള യുദ്ധം. ദെൻ 1564 അക്ബർ പിൽഗ്രിമേജ് ടാക്സ് ആയിട്ടുള്ള ജസിയ നിർത്തലാക്കിയത്. 1799 അവധിലെ നവാബ് തൻ്റെ ബുക്ക് ബാദ്ഷാനാമ ബ്രിട്ടീഷ് രാജാവിന് ജോർജ് മൂന്നാമന് കൈമാറിയത്. ഇനി വാട്ട് ആർ ദ ഹയസ്റ്റ് ടൈറ്റിൽസ് അവാർഡഡ് ബൈ ദ മുഗൾ റൂളേഴ്സ്? അസഫ് ഖാൻ ആൻഡ് മിർസ രാജ. അസഫ് ഖാൻ ആൻഡ് മിർസ രാജ. Zat and Zawar are the term associated with മാൻസബ്ദാരി സിസ്റ്റം. സാത്തും സവറും ഏതാണ്? മാൻസബ്ദാരി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഷാജഹാനാബാദ് ആൻഡ് ചാന്ദിനി ചൗക്ക് വർ ഡിസൈൻഡ് ബൈ ഷാജഹാൻസ് ഡോട്ടർ. ഷാജഹാൻ്റെ ഡോട്ടർ ആയിട്ടുള്ള ജഹനരയാണ് ഷാജഹാനാബാദും ചാന്ദിനി ചൗക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഷാജഹാനാബാദ് ആൻഡ് ചാന്ദിനി ചൗക്ക് ഡിസൈൻഡ് ബൈ Shahjahan's daughter Jahanara. What are the highest titles awarded by Mughal rulers? Asaf Khan and Mirza Raja. Then the first Rajput chief joined the imperial service of Mughals, Raja Barmal Kachwaha of Amber. Raja Barmal Kachwaha of Amber. Raja Barmal Kachwaha of Amber. The first Rajput chief joined the imperial service of Mughal. The Iranian Safavid rulers encouraged the painter in the Mughal period. അതായത് ഏതൊരു ഇറാനിയൻ സഫാവിദ് റൂളറാണ് മുഗൾ പീരീഡിലെ പെയിൻറ്റിങ്ങിനെ എൻകറേജ് ചെയ്തത്? ബിഹ്സാദ് എന്ന ഇറാനിയൻ സഫാവിദ് റൂളർ. ദ ഇറാനിയൻ സഫാവിദ് റൂളർ ബിഹ്സാദ് മോട്ടിവേറ്റഡ് മുഗൾ പീരീഡ് ഫോർ പെയിൻറ്റിങ്. നെക്സ്റ്റ് വരുന്നത് എ ഫോം ഓഫ് സെറിമോണിയൽ സൊല്യൂഷൻ ഇൻ വിച്ച് courtier placed the palm of his right hand against forehead and bent his head. That is cornish. A form of ceremonial solution in which the courtier placed the palm of his right hand against forehead and bent his head. That is cornish. ഇനി the English translation of Akbarnama was published Henry Beveridge. അപ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഐനി അക്ബറി ഹെൻറി ബ്ലോക്ക്മാൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് അക്ബർനാമ ഹെൻറി ബെവറിഡ്ജ്. മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ടു പേർഷ്യൻ നോൺ ആസ് റാംസ് നാമ. ഇനി നമുക്ക് പറയാനുള്ളത് a person who acted as both as money lender and trader. സഹൂക്കാസ് എന്ന പേരിലാണ്. ഒരേ സമയം മണി ലെൻഡേഴ്സും ട്രേഡേഴ്സും വ്യാപാരികളുമായിട്ടുള്ളതാണ് സഹൂക്കാസ് എന്ന് പറയുന്നത്. ഹൂ സ്റ്റാർട്ടഡ് കൽക്കട്ട ആലിപ്പോർ സൂ? ഫ്രാൻസിസ് ബക്കാനൻ. ഹൂ സ്റ്റാർട്ടഡ് കൽക്കട്ട ആലിപ്പോർ സൂ സ്റ്റാർട്ട് ചെയ്തത് ഫ്രാൻസിസ് ബക്കാനൻ അല്ലെങ്കിൽ ഫ്രാൻസിസ് ബുക്കാനൻ ആണ്. ഹൂസ് ജേണൽ ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് പഹാരിയാസ് ഓഫ് രാജ്മഹൽ ഹിൽസ്. രാജ്മഹൽ കുന്നുകളിലെ പഹാരിയാസിനെ കുറിച്ച് വിവരം നൽകുന്നത് ബുക്കാനൻ്റെ ജേണലുകളാണ്. Who introduced the shifting cultivation of Rajmahal Hills? പഹാരിയാസ് ആണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അക്ബർ കൺസ്ട്രക്റ്റഡ് ഇബാദത്ത് ഖാന അറ്റ് ഫത്തേപൂർ സിക്രി 1575. 1575 അക്ബർ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചിട്ടുള്ളത്.
Sir Thomas Roe, the ambassador of James I, came to the court of Jahangir. ജഹാംഗീറിൻ്റെ കോർട്ടിലേക്കാണ് തോമസ് റോ വന്നത്. The region of Akbar, Bairam Khan. The region of Akbar, Bairam Khan. The region of Akbar, Bairam Khan. The Jesuit missionary visited the court of Akbar in 1580. Montserrat. ജസ്യൂട്ട് മിഷണറി ആയിട്ടുള്ള ഒരു പാതിരി അക്ബറിൻ്റെ കോട്ട 1580 സന്ദർശിച്ചു. മോൺസെററ്റ്. ദ ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് മുഗൾസ് ആഗ്ര. അക്ബർ ഫൗണ്ടഡ് ദ റിലീജിയൻ നോൺ ആസ് തൗഹീദ്-ഇ-ഇലാഹി or din-ilahi. Tawhid-i-ilahi or din-ilahi. The ruler who reimposed ജസിയ ഔറംഗസീബാണ് രണ്ടാമത് ജസിയ കൊണ്ടുവന്നത്. Who introduced the permanent land settlement in Bengal 1793. ലോർഡ് കോൺവാലിസ് ആണ് 1793 പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത്. The Battle of Buxar fought in 1764. ബക്സാർ യുദ്ധം നടന്നത്. 1764 ബക്സാർ യുദ്ധം നടന്നത്. Under the permanent land revenue settlement, the Rajas and Talukdars were converted as zamindars. Under the permanent land revenue settlement, the Rajas and Talukdars are converted as zamindars. The fifth report submit to British Parliament 1713 ഫിഫ്ത്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1813. The major part of Joteda's land was cultivated by the sharecroppers known as Adyas and Bargadas. Major parts of Joteda's land was cultivated by the sharecroppers known as Adyas and Bargadas. A person who acted as both a money lender and trader, സാഹൂക്കാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. The wealthy peasants in Bengal known as Jotedas. The major part of Jotedas was cultivated by the sharecroppers known as Adyas and Bargadas. Then who introduced the shifting cultivation in Rajmahal Hills? Paharias. The Bhagalpur collector who made pacification with Paharias in 1780. Augustus Cleveland. Bhagalpur കളക്ടറുടെ പേര് 1780 പഹാരിയാസിന് ഒരു പ്രത്യേക ഇത് കൊടുത്ത പകൽപൂർ കളക്ടറാണ് അഗസ്റ്റസ് ക്ലീവ്ലാൻഡ്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ രാജ്മഹൽ ഹിൽസ്? പഹാരിയാസ്. ഹു സ്റ്റാർട്ടഡ് കൽക്കട്ട ആലിപ്പൂർ സൂ? ഫ്രാൻസിസ് ബുക്കാനൻ. The British Queen granted the trade monopoly of the East to English East India Company in 1600. എലിസബത്തിൻ്റെ കാലത്താണ്. Then the Deccan Peasant Revolt began at സുപ്പ ഇൻ പൂന. 1875 പൂനെയിലെ സുപ്പ എന്ന സ്ഥലത്ത് ഡെക്കാൻ പെസന്റ് റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തു. 1875 സാന്താൾ റെബല്യൻ ബ്രോക്ക് ഔട്ട് ഇൻ കൽക്കട്ട. ഡെക്കാൻ പെസന്റ് റിവോൾട്ട് നടത്തിയത് മണി ലെൻഡേഴ്സിന് എതിരെയായിട്ടിരുന്നു. Deccan peasant revolt, mainly the revolt against money lenders. The living place of Sandals known as Damin in Koh എന്ന പേരിലാണ് അവരുടെ ലിവിംഗ് പ്ലേസ് അറിയപ്പെടുന്നത്. Sandal rebellion broke out in Calcutta. The leaders of Sandal rebellion, Sidhu and Kanu. The battle with the pluff and hoe between Sandals and Baharias. അപ്പോൾ
പഹാരിയാസിൻ്റെതാണ്, അവരുടെ ചിഹ്നമാണ് ഹോ. മറ്റേത് പ്ലഫ് സാന്താൾസിൻ്റെതുമാണ്. The battle laid down foundation of British rule in India, Battle of Plassey. The battle laid down the foundation of British rule in India, Battle of Plassey. Battle of Plassey. The eminent economist who introduced the theory of rent, David Ricardo. The eminent economist who introduced the theory of rent, David Ricardo. The eminent economist who introduced the theory of rent, David Ricardo. Account book burning was the incident connected with the revolt of Deccan Peasant Revolt. Deccan Peasant Revolt 1875. 1875 ഡെക്കാൻ പെസന്റ് റിവോൾട്ട് നടന്നിട്ടുള്ളത്. The British introduced the revenue system in Bombay. Deccan is known as right vary system. ബോംബെയിലും ഡെക്കാനിലും ബി ഡി റൈറ്റ് എന്ന് പറയാം. ബോംബെയിലും ഡെക്കാനിലും ഏതായിരുന്നു? റൈറ്റ് വാരി സിസ്റ്റം, ബി ഡി റൈറ്റ്. ഹു ഇൻട്രൊഡ്യൂസ് ദ റൈറ്റ് വാരി സിസ്റ്റം ഇൻ മദ്രാസ്. മൺട്രോ ആണ് മദ്രാസിൽ റൈറ്റ് വാരി സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. മൺട്രോ ആണ് മദ്രാസിൽ റൈറ്റ് വാരി സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. Who was the leader of the revolt of 1857 at Nana Sahib and Tandiya Topi? Nana Sahib എവിടെയാണോ? നമ്മുടെ നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി. A collective disobedience of rulers and regulations within armed forces revolt is called mutiny. A collective disobedience of rules and regulations within armed forces revolt is called mutiny. The rebels killed the political agent of British and Delhi in 1857, Simon Fraser. The rebels killed പൊളിറ്റിക്കൽ ഏജൻറ്റ് ഓഫ് ബ്രിട്ടീഷ്. 1887 ഡൽഹിയിലെ ഒരു പൊളിറ്റിക്കൽ ഏജൻ്റായിട്ട് ബ്രിട്ടൻ്റെ ഒരു പൊളിറ്റിക്കൽ ഏജൻറ്റിനെ കൊന്നു. അയാളുടെ പേരാണ് സൈമൺ ഫ്രീസിയർ. എ സ്റ്റോർ റൂം ഇൻ വിച്ച് വെപ്പൺസ് ആർ കെപ്റ്റ് ബൈ ബ്രിട്ടീഷ് കോൾഡ് ബെൽസ് ഓഫ് ആംസ്. The revolt of 1851 started at Meerut. The Mughal emperor took the leadership of the revolt of 1857, Bahadur Shah II. The military captain of Awadh protected by the Indian soldiers during the revolt of 1857, Captain Hersey. The military captain of Awadh protected by the Indian soldiers during the revolt of 1857, Captain Hersey. The first historian wrote about revolt of 1857, Charles Ball. First historian. Who led the revolt of 1857 at Bareilly? Khan Bahadur Khan. Who declared jihad against British? Maulavi Ahmadullah. Who led the revolt of 1857 at Jhansi? Rani Lakshmi Bai. Who led the revolt of 1857 at Awadh? Begum Hasrat Mahal, Nawab Wajid Ali, Burjis Khadar. Who led the revolt of 1857 in Ara, Bihar? Kanwar Singh. Biharle, Arayile, Kanwar Singh. Who organized the call tribals of Singhbhum in Chota Nagpur against the British? Gono ana. Who organized the call tribals of Singhbhum in Chota Nagpur against British? Gono. The kingdom described by Dalhousie as a cherry that will drop into our mouth one day. അവധിനെ കുറിച്ചാണ് അങ്ങനെ ഡൽഹൌസി പറഞ്ഞിട്ടുള്ളത്. ഹു ഓർഗനൈസ്ഡ് ദ കോൾ ട്രൈബൽസ് ഓഫ് സിംഗ്ഭൂം ഇൻ ഛോട്ടാ നാഗ്പൂർ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്? ഘോനോ. ഝാൻസി റാണി കിൽഡ് ഇൻ ബാറ്റിൽ 1858 June. Jhansi Rani killed in battle 1858 June. Who led the revolt of 1857 at Lucknow? Begum Hasrat Mahal. Who declared jihad against British? Maulavi Ahmadullah.
who declared jihad against British? Maulavi Ahmadullah. The British Land Revenue Policy introduced Awadh in 1856 called Summary Settlement. The British Land Revenue Policy introduced Awadh in 1856 called Summary Settlement. Summary Settlement. 1556 അവധിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ലാൻഡ് റവന്യൂ പോളിസിക്ക് പേരാണ് സമ്മറി സെറ്റിൽമെൻറ്റ്. The famous proclamation issued in name of Bahadur Shah appealed to the people to join the fight against the British. Famous proclamation. Azamgarh Proclamation on 25 August 1857. Azamgarh Proclamation on 25 August 1857. Awadh was formally annexed into British Empire in 1856 by Lord Dalhousie. Lord Dalhousie. The kingdom annexed by British on the pretext of misrule. Awadh. Viceroy of India at the time of revolt of 1857, Canning. Then relief of Lucknow painted by Thomas John Barker. Relief of Lucknow painted by Thomas John Barker. The painting depicts violence against English women and children in revolt of 1857 in memoriam. The painting depicts violence against English women and children in revolt of 1857 in memoriam. The heroine of the poem, Khoob Lari Mardani of Subhadra Kumari Chauhan. സുഭദ്രകുമാരി ചൗഹാൻ്റെ ആ ഒരു കൂബ് ലാരി മർദാനി എന്നുള്ള ആ ഒരു പോയത്തിലെ ഹീറോയിൻ ആരാണ്? ഝാൻസി റാണിയാണ്. The painting depicts violence against English women and children in revolt of 1857 in memoriam. The painting depicts violence against English women and children in revolt of 1857 in memoriam. In memoriam painted by Joseph Noel Paton. Noel Paton ആണ് മെമ്മോറിയം എന്ന പെയിൻറ് ചെയ്തിട്ടുള്ളത്. Which painting represents the siege of Lucknow by mutinies and British heroes Campbell, Outram and Havelock. Relief of Lucknow. Which painting represents the siege of Lucknow by mutinies and British heroes Campbell, Outram and Havelock? That is Relief of Lucknow. Relief of Lucknow painted by Thomas John Barker. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.